ഹരേ കൃഷ്ണ. രഥേ രഥേശ്യാം. ഓങ്കും ഗുരുഭ്യോ നമഃ. സമയം രാവിലെ 7:30. എൻ്റെ വീടിനടുത്തുള്ള പഞ്ചപാണ്ഡവ ക്ഷേത്രമായ ശ്രീ തൃക്കുടിത്താനം മഹാക്ഷേത്രത്തിലേക്ക് യാത്ര പോകുവാൻ ഞാൻ തയ്യാറായി നിൽക്കുന്നു. അപ്പോൾ അതാ മുറ്റത്ത് ഒരു പക്ഷിയുടെ ശബ്ദം കേട്ടു. പുറത്തു ചെന്ന് നോക്കുമ്പോൾ വീട്ടുമുറ്റത്തെ മതിലിൽ അതായിരിക്കുന്നു ഒരു ശ്രീകൃഷ്ണപരുന്ത്. ഭഗവാന്റെ സാന്നിധ്യമാണ് ശ്രീകൃഷ്ണപരുന്ത്. ഒരുപാട് സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു അത് പെട്ടെന്ന് പറന്നു പോകുമോ എന്ന് ഞാൻ സംശയിച്ചു. അപ്പോൾ എനിക്ക് തോന്നി, ഈ മഹനീയമായ മുഹൂർത്തം നിങ്ങളെ കൂടി ഒന്ന് കാണിക്കണമെന്ന്. അങ്ങനെ ഞാൻ പെട്ടെന്ന് എൻ്റെ മൊബൈലും എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി. പതുക്കെ പതുക്കെ ഓരോ ചൂടുമായി ഞാൻ അതിൻ്റെ മുന്നിലേക്ക് നീങ്ങി. എൻ്റെ മനസ്സിൽ ശങ്കയുണ്ട്, ഞാൻ അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അത് പറന്നു പോകുമോ എന്ന്. അത്ഭുതമെന്ന് പറയട്ടെ, നിമിഷങ്ങൾക്കുള്ളിൽ ഞാനും ശ്രീകൃഷ്ണപരുന്തും മുഖാമുഖം നിന്നു. എൻ്റെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളിലേക്കും അവൻ്റെ കണ്ണുകൾ എന്നിലേക്കും എന്തോ തിരിയുന്നതായി എനിക്ക് തോന്നി. എൻ്റെ ആഗ്രഹം അവൻ മനസ്സിലാക്കിയിട്ടാവണം ഞാൻ എൻ്റെ മൊബൈലിൽ അവനെ വീഡിയോ പിടിക്കുന്നതനുസരിച്ച് അവൻ പോസ്റ്റ് ചെയ്തു നിന്നു. 2 മിനിറ്റുകൾക്ക് ശേഷം അവൻ പറന്നു പോവുകയും ചെയ്തു. വിനീതയുടെ മകനാണ് ഗരുഡൻ. മഹാവിഷ്ണുവിൻ്റെ വാഹനമായാണ് നാം ഗരുഡനെ കാണുന്നത്. അപൂർവമായി മാത്രമേ ഈ പക്ഷിയെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് തിരുവാഭരണമായി പോകുന്ന വേളയിലും അതുപോലെ തന്നെ അമ്പലപ്പുഴ ഉത്സവത്തിന് കൊടിയേറുന്ന സമയത്തും ശ്രീകൃഷ്ണപരുന്തിന്റെ സാന്നിധ്യം ഭക്തിസാന്ദ്രവും ശ്രദ്ധേയവുമാണ്. ഗരുഡനെ നാം കാണുന്ന സമയത്ത് കൈകൾ കൂപ്പി നമസ്കരിക്കാതെ വലത് കൈ മോതിരവിരൽ കൊണ്ട് 2 കർണങ്ങളിലും 4 തവണ തൊട്ട് നമസ്കരിക്കണമെന്നാണ് വിധി. ഇങ്ങനെ നമസ്കരിക്കുമ്പോൾ ചൊല്ലേണ്ട മന്ത്രം ഇതാണ്: കുങ്കുമാങ്കിത വർണ്ണായ കുന്ദേ ദുധവളായ ച വിഷ്ണു വാഹന നമസ്തുഭ്യം പക്ഷിരാജായ തേ നമഃ. ദൈവിക പക്ഷിയായ ഗരുഡനെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണപരുന്തിനെ ഓരോരോ ദിവസങ്ങളിൽ കാണുമ്പോൾ ഓരോരോ ഫലങ്ങളാണ് നമുക്ക് ലഭിക്കുക. ഞായറാഴ്ച ഗരുഡനെ കണ്ടാൽ രോഗശമനമാണ് ഫലം. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് കാണുന്നതെങ്കിൽ ദുഃഖശമനവും ആരോഗ്യവുമാണ് ഫലം. അതോടൊപ്പം സൗന്ദര്യവർദ്ധനവും ഉണ്ടാകുന്നതാണ്. ബുധൻ വ്യാഴം എന്നീ ദിവസങ്ങളിലാണ് ഗരുഡനെ കാണുന്നതെങ്കിൽ ശുഭകരവും മംഗളകരവുമായ കാര്യങ്ങൾ നടക്കുവാനും ശ്രമിക്കുവാനും സാധിക്കുന്നു. അതോടൊപ്പം നമ്മോട് എതിർപ്പുള്ളവരും നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നവരുമായ ആളുകൾ അനുരഞ്ജനത്തിനായി നമ്മുടെ അരികിലേക്ക് വരികയും ചെയ്യും. വെള്ളി ശനി ദിവസങ്ങളിലാണ് ഗരുഡനെ കാണുന്നതെങ്കിൽ ഐശ്വര്യവർദ്ധനവും ആയുസ്സുമാണ് നമുക്ക് ലഭിക്കുക. സർവചരാചരങ്ങളിലും കുടികൊള്ളുന്നവരാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. ഓരോരോ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നത് ഭഗവാന്റെ അംശമാണ്. ഓരോ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നത് ഭഗവാന്റെ അംശമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ജീവജാലങ്ങളെയെല്ലാം നമുക്ക് സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാം. സ്നേഹമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരി ഹരി ബോൽ. രാധേ രാധേ ശ്യാം.